ചെയ്തു. ഞങ്ങൾ റൈസ് ഉണ്ടാക്കുന്നത്. ബിരിയാണി ബിരിയാണിയാണ്. പിന്നെ ബിരിയാണി അല്ലാന്ന് വെച്ചാൽ ബിരിയാണി അല്ല. അങ്ങനത്തെ ഒരു വെറൈറ്റി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റൈസ് ആണ് ഇത്. ചിക്കൻ ഉപയോഗിക്കുക, മട്ടൺ ഉപയോഗിക്കുക, ബീഫ് ഉപയോഗിക്കുക. ഇതാണ് നമ്മൾ ഇന്നത്തെ ഇത് എല്ലില്ലാത്ത ബീഫ് നമ്മുടെ നീളത്തിൽ ഞാനിങ്ങനെ പീസാക്കി മുറിച്ചാണ്. ഒരു ഫിംഗറിന്റെ ടൈപ്പ് മോഡലില്, ഈ ഒരു ടൈപ്പ് മോഡലില് ഏകദേശം ഒരു 3/4 കിലോ ഉണ്ട്. അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി അത് കുക്കറിലിട്ടിട്ട് കുറച്ച് ഗരം മസാലയും ഒരു സ്വല്പം മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അത് വേവിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കണം. ഇപ്പൊ ഞാനിത് വേവിച്ച് കഴിഞ്ഞ് ഞാനൊരു വേറെ പാത്രത്തിൽ ആക്കിയിട്ടുണ്ട്. ഇതിന്റെ കുറച്ചുകൂടി വെള്ളം ഉണ്ടായി, കുറച്ചുകൂടി വെള്ളം വറ്റിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബസ്മതി റൈസ്, ബോയിൽഡ് ബസ്മതി റൈസ് ആണ് ഞാൻ എടുത്തുള്ളത്. നമ്മുടെ മന്തിന്റെ ഒക്കെ അരി അത് ഏകദേശം ഒരു 2 ഗ്ലാസ് തന്നെ ഏകദേശം 1/2 കിലോ ഉണ്ടാവും. അത് ഞാൻ നല്ലവണ്ണം വെള്ളത്തിലിട്ടിട്ട് കഴുകി വെക്കണം. ഏകദേശം 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ ഒന്നും കുഴപ്പമൊന്നുമില്ല. അത് നല്ലവണ്ണം അങ്ങോട്ട് കഴുകി വെക്കണം. അതിന്റെ ഒരു കളറുണ്ട്, ആ കളർ മാറിയിട്ട് ഒരു 3 പ്രാവശ്യം കഴുകിയാൽ മതി. ഇതിലേക്ക് നമ്മൾ തക്കാളി, വലിയുള്ളി, പട്ട, ഏലക്കായ, ഗ്രാമ്പു, ഒരു പണ വെളുത്തുള്ളി, ഇതാണ് നമുക്ക് വേണ്ടത്. ഞാൻ വെള്ളം ഊറ്റിയാണിത്, അത് വറ്റിക്കല്ല. അപ്പൊ ഇരട്ടിയിൽ കൂടുതൽ വെള്ളം എടുത്തിട്ട്, അരിനെക്കാട്ട് ഇരട്ടിയിൽ കൂടുതൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഗ്രാമ്പു, ഏലക്കയും പട്ട ഇട്ടിട്ട് ഇതാണ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കണം. ആ വെള്ളം ഊറ്റിയിട്ട് ഞാനിത് വേവിക്കുകയാണ്. ഏകദേശം 20 മിനിറ്റ് വേവിച്ചിട്ട് അത് ഞാനിപ്പോൾ അത് ഊറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളേത് ഫ്രൈഡ് റൈസിന്റെ മോഡൽ ഇങ്ങനെ ഒരു അരി വേറെ ടച്ച് ചെയ്യാത്ത മോഡലായിരിക്കണം. ഇനി അടുത്ത കലാപരിപാടി, നമ്മളെ തക്കാളി നല്ലോണം വേവിച്ചുടക്കണം. അതിന്റെ ടോപ്പ് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. 1 പണ വെളുത്തുള്ളിയാണ്. സ്വല്പം വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിൽ സ്വല്പം വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ചിലപ്പോൾ കരിഞ്ഞു പോകും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കരിഞ്ഞെടുത്തിട്ട് പുറത്തേക്ക് കളഞ്ഞാൽ മതി. അതിലേക്ക് തക്കാളി ഇത് വെച്ചിട്ട് വേവിക്കുക. അപ്പം ഇങ്ങനെ ഒന്ന് അടച്ച് വേവിക്കുന്ന സമയത്ത് അതിന്റെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോരും. അതിലേക്ക് വലിയ ഉള്ളി വേണം ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ അതുപോലെ 1/2 ക്യാപ്സിക്ക വേണം. പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക് വേണം. കുറച്ച് മല്ലിയിലയും വേണം നമുക്ക്. അപ്പൊ തക്കാളി ഇപ്പൊ ഇങ്ങനെ വെന്തിട്ട് അതിന്റെ ടോപ്പ് ഉണ്ടല്ലോ, ഇതേപോലെ തോല് വരും, അങ്ങോട്ട് കളയുക. ഇനിയിപ്പോ തോലോടെ ചെറുതാക്കി അരിഞ്ഞ് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അതൊന്ന് വേറൊരു മോഡലൊന്ന് ഇങ്ങനെ വേവിച്ചു എന്നുള്ളൂ. അപ്പൊ അതിലേക്ക് ഞാൻ ഇനി സ്വല്പം മഞ്ഞപ്പൊടി, അധികം മഞ്ഞപ്പൊടി ഇടരുത്, സ്വല്പം മഞ്ഞപ്പൊടിയും 1 സ്പൂണ് ഗരം മസാലന്റെ പൊടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യത് ശേഷം ആ ചിക്കൻ സ്റ്റോക്ക് ഒന്നിട്ടിട്ട് അത് അതിലിടുക. പിന്നെ ആ വെളുത്തുള്ളി കംപ്ലീറ്റ് ചെറുതാക്കി അരിഞ്ഞത് അതിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ വലിയുള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, അത് ഇതേപോലെ ഇതിലിട്ടിട്ട് ഒന്ന് വാട്ടി കംപ്ലീറ്റ് എടുക്കുക. ടൊമാറ്റോ സോസ് ഒരു 4 ടേബിൾ സ്പൂണും പിന്നെ ഡാർക്ക് സോസ് ഒരു 2 ടേബിൾ സ്പൂണും വേണം. അപ്പൊ അത് ഇതിലേക്ക് ഞാൻ ഈ മിക്സ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്, നമ്മുടെ ഡാർക്ക് സോസും. ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ്, വെള്ളം ഇല്ലാത്ത ബീഫായിരിക്കണം. ബീഫ് പിന്നെ ചിക്കന് ഒക്കെ പറ്റും. എല്ലില്ലാത്തതാണ് കൂടുതൽ ഉത്തമമുള്ളത്. ഇത് ഞാൻ കംപ്ലീറ്റ് എല്ലില്ലാത്ത അങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ശരിക്കും കംപ്ലീറ്റ് അങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ആയിരിക്കണം നമ്മുടെ ക്യാപ്സിക്ക ഇടേണ്ടത്. ഇതുപോലെ ക്യാപ്സിക്ക ഒന്നിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ശേഷം നമ്മുടെ മല്ലിയില ഇടുക. ഈ മസാല ഇവിടെ മാറ്റി വെക്കാം, നമുക്ക് പിന്നീട് വേറെ എന്തെങ്കിലും ആവശ്യത്തിനും. പിന്നെ ചില സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റൈസ് മാറ്റി ഉണ്ടാക്കിയിട്ട് ഈ ഒരു മസാലയും കൂട്ടിയിട്ട് മിക്സ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഇത് ഈ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ടും ചെയ്യാം. അപ്പൊ ഞാൻ കംപ്ലീറ്റ് അതിലേക്ക് വേവിച്ച റൈസ് ഇതിലിട്ടിട്ടുണ്ട്. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക കംപ്ലീറ്റ്. എന്നിട്ടൊരു 5 മിനിറ്റ് ചെറുതീയിൽ അടച്ചാട് വെക്കുക. ഇപ്പൊ സംഭവം കഴിഞ്ഞിട്ട് ഞാനിപ്പോ 5 മിനിറ്റ് ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇതാണ് ചൂടോടെ കഴിക്കലാണ് ഏറ്റവും ഉത്തമം. അപ്പൊ ഇനി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത്, കാരണം അധികം മസാല ഒന്നും ഇല്ലാത്തൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ, യാത്രകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കാണണം. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.